ദിവസം ഇന്ന് നമ്മൾ ഓർത്തുകൊണ്ട് കടക്കണം. ഓർത്തുകൊണ്ട് കടന്നാൽ 3 പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കും. ഓർക്കാതെ കടന്നാലോ 3 നഷ്ടങ്ങളും അവനിൽ ഉണ്ടാകും. ഓരോ ദിവസവും അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, നിങ്ങൾ 2 ദിവസത്തിലേറെയെങ്കിലും നിങ്ങളുടെ മരണത്തെ ഓർക്കാതെ നിങ്ങൾ കഴിഞ്ഞു പോകരുതേ. മുഹമ്മദ് മുസ്തഫ 2 ദിവസമായത് മുനവ്വർ യമാനി മരണത്തെ ഓർത്തിട്ട് എത്ര ദിവസമായി? എത്ര ദിവസമായിട്ടുണ്ടാകും അല്ലേ? 2 ദിവസമാണോ? 2 മാസമാണോ? 2 വർഷമാണോ? മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. വാളൊക്കെ കേൾക്കുമ്പോ മരണാനന്തര ജീവിതമാണ്. അന്നത്തെ വാള് കേൾക്കണ്ട, കേട്ടന്നെയല്ലേ കേൾക്കാനുള്ളത്. കേട്ടത് തന്നെയാണ് കേൾക്കാനുള്ളതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് വല്ലാത്ത കൂലിയുള്ള സംഗതിയാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ വിഷയം കൊണ്ടുപോകുന്നത് ആത്മഹത്യയിലേക്കാണ്. പക്ഷെ ആത്മഹത്യ പറയുന്നതിന് മുമ്പ് മരണത്തിന്റെ പ്രയാസങ്ങളൊന്ന് പറയണല്ലോ, എന്നിട്ട് ആത്മഹത്യ പറയാമല്ലോ. ആ ആത്മഹത്യ 2 കോലത്തിലാണ്. ഒന്ന് സിറിനാൽ ഉണ്ടാകുന്ന ആത്മഹത്യകള്, 2 സാധാരണ ഉണ്ടാകുന്ന ആത്മഹത്യകള്. ആ 2 ആത്മഹത്യയും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ വരാതിരിക്കാനുള്ള പ്രധാനമായ വടികൾ, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന വടികൾ, അതുമാണ് നാം ഇവിടെ സംസാരിക്കേണ്ടത്. കേട്ടോ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയോ? കണ്ടതെല്ലാം എവിടെ വെച്ചുകൊണ്ട് ഒരു കിതാബിൽ ഒരു ഇബാറത്ത് കണ്ടാൽ അത് കാണാതെ പഠിക്കുന്നവനല്ല ഏറ്റവും വലിയ ബുദ്ധിമാൻ. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടാൽ അത് കാണാതെ പഠിക്കുന്ന ആളുകളെല്ലാം ബുദ്ധിമാൻ. ആരാണ് ബുദ്ധിമാൻ എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ നബിയേ, അയ്യുൽ മുഅ്മിനീന അഖിയസു, ഹബീബ നബിയേ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ് നബിയേ? ഏറ്റവും നല്ല ബുദ്ധിമാൻ. ആ സമയത്തിൽ ഖാല, ഹബീബ നബി തങ്ങൾ പറയുകയാണ്, ആ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരെന്നറിയോ? അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ വല്ലാതെ ഓർക്കുന്നവനാണ്. മരണത്തിനെ വല്ലാതെ ഓർക്കുന്നവനും ആ മരണശേഷം ഖബറാകുന്ന ഇരുളറക്കൂടുണ്ടല്ലോ, അവിടത്തിലേക്ക് കൊണ്ടുപോകാൻ നാളെ പടച്ചറപ്പിന്റെ കോടതി ഉണ്ടല്ലോ. ആരാരും കൂടെ ഇല്ലാത്ത തന്റെ പൊന്നുമോൻ അടുത്തേക്ക് വന്നാൽ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് മകനെ ആട്ടി ഓടിക്കുന്ന മഹ്ശർ എന്ന കോടതി ഉണ്ടല്ലോ. ദുനിയാവിൽ നാം കളിച്ചത്, ദുനിയാവിൽ നാം ചിരിച്ചത്, ദുനിയാവിൽ നാം സംസാരിച്ചത്, ദുനിയാവിൽ നാം മറ്റുള്ളവരെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത് എല്ലാം വിശദീകരിക്കുന്ന കോടതി ഉണ്ടല്ലോ. ആ കോടതിയിലേക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ആരെല്ലാമാണോ തേടുന്നത്, അവരാണ് ഏറ്റവും നല്ല വിജയി എന്ന്, ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അല്ലാഹുവേ, അത്തരം വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഓർക്കുക മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ടത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സിൽ നമുക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തണം. എന്നിട്ട് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ച ചോദ്യമാണിത്. എന്നാൽ കേൾക്കണേ സഹോദര, ആരെങ്കിലും ഈ മരണത്തെ ഓർക്കുകയാണെങ്കിൽ ഇന്നൊന്നോർത്തേ, ഇന്നെല്ലാവരും മരിക്കുമെന്നോർത്തേ. മുനവ്വർ യമാനി, നിങ്ങൾ ഇന്ന് കടന്നുറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മരിക്കുന്നതാണ്. പറയില്ല ഉസ്താദേ, അങ്ങനെ പറയില്ലേ എന്നാണ് ചിന്ത ഉണ്ടാകുക. നമ്മൾ എന്താ ഉറപ്പിക്കേണ്ടത്?
ഇന്ന് ഞാൻ മരിക്കും, വലിയുദ്ദീൻ ഫൈൽ ഇന്ന് മരിക്കുമെന്നുള്ളത് ഞാൻ ചിന്തിക്കണം. പ്രസംഗിച്ചാൽ മാത്രം പോരാ, അതുപോലെ തന്നെ കേൾക്കുന്നവർ ഇന്ന് ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത വേണം. കേട്ടാൽ മാത്രം പോരാ. അങ്ങനെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, പാശ്ചാത്താപത്തിനുള്ള സൗഭാഗ്യം അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. തൗബ ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കും. ചിന്തിച്ച് കടന്നോക്ക്. ആരും ഈ വിശുദ്ധമായ നൂറെ അജ്മീറിൽ ചെറുപ്പക്കാരുണ്ടല്ലോ, നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല നല്ല ചെറുപ്പക്കാരികളുണ്ട്, നല്ല നല്ല സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഇന്നത്തെ രാത്രിയിൽ നാം കടന്നുറങ്ങുമ്പോ നാളെ ഞാൻ ജീവിക്കില്ല എന്ന ചിന്തയോടെ കടന്നു നോക്ക്. എന്നാൽ ഇന്ന് കടക്കപ്പായിൽ കടക്കാരൊരുങ്ങുമ്പോ ഭർത്താവിന്റെ അരികിലേക്ക് വന്ന് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞ് ഭർത്താവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ കഴിയുന്നതാണ്. ഞാൻ മിനിയാണ് മുനവ്വർ യമാനിയുടെ പ്രിയപ്പെട്ട പിതാവിന് ഞാനൊന്ന് ഫോൺ ചെയ്തു. കാരണം യമാനിയുടെ ഒരു വിവാഹ സംബന്ധമായുള്ള വിഷയത്തിന് മുനവ്വർ യമാനിയുടെ മാതാവ് മരിച്ചിട്ടുണ്ട്. ഞാൻ ആ പിതാവിനോട് ചോദിച്ചു, ഉപ്പാ നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടോ? ആ സമയത്തിൽ ആ ഉപ്പ പറഞ്ഞ വാക്കിതാണ്, ഉസ്താദേ ആ വിഷയം മാത്രം നിങ്ങൾ എന്നോട് പറയല്ലേ, എനിക്ക് ദുനിയാവിൽ ഒരു പെണ്ണും വേണ്ട. ഞാൻ എത്ര കല്യാണം കഴിച്ചാലും എന്റെ പെണ്ണിനെ പോലെ ആവൂലല്ലോ. എന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ എന്റെ ഭാര്യ മാത്രമല്ലായിരുന്നു, അവൾ എന്റെ മകളായിരുന്നു, അവൾ എന്റെ സഹോദരിയായിരുന്നു, അവൾ എന്റെ ഉമ്മയായിരുന്നു, അവൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു, അവൾ എന്റെ ഡോക്ടറായിരുന്നു, അവൾ എന്റെ വക്കീലായിരുന്നു, അവൾ എന്റെ എല്ലാം ആണെന്ന് പറഞ്ഞിട്ട് ആ പിതാവ് പറയാ, എന്റെ ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ലോകത്തിൽ നിന്ന് വിട പറന്നു പോകുന്നതിന്റെ തൊട്ടു മുമ്പ് അവൾക്ക് മെൻസസ് ആയാൽ 7 ദിവസം വരെ മെൻസസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്റെ ഭാര്യ മരിക്കുന്നത്, എന്റെ ഭാര്യയുടെ മെൻസസ് ഡേറ്റ് നോക്കുമ്പോ അവിടെ നിന്ന് 7 ദിവസം കഴിയുമ്പോഴാണ് എന്റെ ഭാര്യ മരണപ്പെടുന്നത്. പക്ഷേ ഉസ്താദ് 4 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയുടെ രക്തം നിന്നോ. എന്റെ ഭാര്യ പോയിട്ട് കുളിച്ചു ഉസ്താദേ. എല്ലാ ദിവസവും എന്റെ ഭാര്യ എന്റെ റൂമിലേക്ക് വരാറുള്ളത് ഏകദേശം ഒരു 11-12 മണി സമയമാവാറുണ്ട്. ആ ഒരു വിഷയത്തിൽ ഞാൻ എന്റെ ഭാര്യയെ ദേഷ്യം പിടിക്കാറുണ്ട് ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയോട് ചീത്ത പറയാറുണ്ട് ഉസ്താദേ. പക്ഷേ അന്ന് എന്റെ ഭാര്യ എന്റെ അരികിലേക്ക് വരുന്നത് കുളിച്ച് മാറ്റി നല്ല ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് ഏകദേശം ഒരു 10 മണിയായ 9 മണി കഴിഞ്ഞ് 10 മണിയുടെ ഇടയിലായി എന്റെ ഭാര്യ എന്റെ അരികിലേക്ക് വന്നപ്പോ ഞാൻ തന്നെ ചോദിച്ചു പോയിട്ടുണ്ട്, എന്താ പതിവില്ലാത്തൊരു വരവാണല്ലോ. എന്നിട്ട് ആ സഹോദരൻ എന്നോട് പറയൂ ഉസ്താദേ, ആ ഒരു 3 ദിവസമുണ്ടല്ലോ എന്റെ ഭാര്യ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. മരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച കഴിഞ്ഞ് സൂര്യനസ്തമിച്ച് തിങ്കളാഴ്ച രാവിന് ഉസ്താദേ ഞാനുമായി എന്റെ ഭാര്യ കിടന്നുറങ്ങി. നല്ല റാഹത്തായ സന്തോഷമായ രാത്രിയായിരുന്നു ആ രാത്രി. അവസാനം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ വാക്കിതാണ് ഉസ്താദേ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിക്കാ, ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വിഷമം എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊറത്തു തരണേ ഇക്കാ. ഞാൻ നിങ്ങളെ എന്റെ ശരീരത്തിനേക്കാളേറെ നിങ്ങളെ ഇഷ്ടം വെച്ച് പോയിട്ടുണ്ടിക്കാ. ആ സഹോദരൻ ഈ വിഷയം പറയുമ്പോ കണ്ണു നിറയാതെ കാണാനോ കണ്ണ് നിറയാതെ കേൾക്കാനോ കഴിയില്ല. ആ സഹോദരൻ പറയൂ ഉസ്താദേ, അങ്ങനെ എന്നെ തൃപ്തിപ്പെടുത്തി സുബഹിയുടെ മുമ്പ് തഹജ്ജുദിന് എന്റെ പെണ്ണെന്നെ എഴുന്നേൽക്കും, എന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കും, എന്നിട്ട് എനിക്ക് കൊണ്ടുതരും, എന്നെയും കൂടെ തഹജ്ജുദിന് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് നല്ലതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഓതും ഉസ്താദേ. ഭക്ഷണം ഉണ്ടാക്കി തരും. ഞാൻ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ എത്ര തിരക്കുള്ള ജോലിയാണെങ്കിൽ എന്റെ ഭാര്യ എന്റെ അരികിൽ വന്നിരിക്കും ഉസ്താദേ. എന്നിട്ട് എന്നോട് ഇങ്ങനെ തമാശ പറയും ഉസ്താദേ, മീനെല്ലാം എന്റെ അരികിലേക്ക് എന്റെ പാത്രത്തിലേക്ക് എടുത്തിടാറുള്ളത് മുള്ളു പോലും ഒഴിവാക്കിയിട്ടാണ്. മുള്ളൊഴിവാക്കി അതിന്റെ ഇറച്ചിയാണ് ഉസ്താദേ.
എന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് തരാറുള്ളത്. അങ്ങനെ അവളുടെ ജീവിതം ശുദ്ധീകരിച്ച് ജീവിച്ചു. അവര് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ രംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപകടത്തിലാണ് ആ ഉമ്മച്ചി മരിച്ചുപോയത്. ആ ഉമ്മ മരിക്കുന്ന ദിവസത്തിൽ, ആ ഉമ്മ മരിക്കുമ്പോ ആ ഉമ്മാക്ക് നോമ്പുള്ള ദിവസമായിരുന്നു. അൽഹംദുലില്ലാഹ്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, മക്കളോട്, ഭർത്താവിനോട്, ഒരാളോട് പോലും ഒരു നോവിക്കുന്ന വർത്തമാനം പറയാതെ ആ ഉമ്മച്ചി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ മരിച്ചു എന്നുള്ള വാർത്ത പടച്ചോനെ ഞാനൊക്കെ എങ്ങനെയാണ് മുനവറിയമാനിയുടെ വാപ്പാക്ക് ഒന്ന് പറയാ, വാപ്പാനോട് ചെന്നൊന്ന് പറയാ എന്ന് പേടിച്ചു പോയി. മക്കളാരും വിവരമറിയിക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം ഞങ്ങളെല്ലാവരും പോയപ്പോ അദ്ദേഹം ഏകദേശം മറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ സഹോദരൻ എന്നെ കണ്ടപ്പോ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ടൊരു ചോദ്യമാണ്, ഉസ്താദേ എന്റെ പെണ്ണിന് സ്വർഗം പടച്ചോൻ കൊടുക്കൂലേ? എന്റെ പെണ്ണിന് സ്വർഗം കൊടുക്കൂല ഉസ്താദേ? കുറെ കഷ്ടപ്പെട്ട പെണ്ണാണ് എന്റെ പെണ്ണ്. എന്റെ പെണ്ണ് ആ കഷ്ടപ്പാടുകൾ മുഴുവനും സഹിച്ചിട്ടും എന്നെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാണ്. എന്റെ പെണ്ണിന് സ്വർഗം പടച്ചോൻ കൊടുക്കൂല ഉസ്താദേ എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടിയെ പോലെ ആ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ ഞാനൊരു ഹദീസ് ഓർത്തുപോയി. അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ സന്തോഷത്തോടെ, ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെയാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയാപ്പളയോട് പിണങ്ങിയ പെണ്ണുങ്ങൾ നൂറെ അജ്മീർ കാണുന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മമാരെ, ഇന്ന് ആ പുതിയാപ്പള കിടക്കുന്ന റൂമിലേക്കൊന്ന് ചെല്ല്, എന്നിട്ട് അവരോടൊന്ന് മാപ്പ് ചോദിക്ക്. നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് അസ്റായിൽ വരുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നെ പറ്റിയും നന്മ പറയണമെങ്കിൽ ആ ഭർത്താവിനോടൊന്ന് നല്ല സ്വഭാവത്തിൽ നിൽക്ക്. ഇന്ന് നൂറെ അജ്മീർ കേട്ട ഓരോ പെണ്ണും ഇന്ന് ഭർത്താവിന്റെ അരിയിൽ പോയിട്ട് കിടന്നിട്ട് ഭർത്താവിന്റെ നെഞ്ചത്തേക്ക് നമ്മൾ കൈവച്ച്, അവരുടെ കൈ നമ്മുടെ മുഖത്തേക്ക് വെച്ച്, ഇക്കാ വല്ലതും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണേ ഇക്കാ എന്ന് പറയാൻ അങ്ങനെ ഒരു മനസ്സവർക്ക് കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്ന സഹോദര, നിങ്ങൾ തിരിച്ചങ്ങോട്ടും അങ്ങനെയാ വേണ്ടത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ ചീത്ത വിളിക്കല്ലേ. അവര് പാവങ്ങളാണ്. അവരുടെ ഉമ്മാനെയും അവരുടെ ഉപ്പാനെയും അവരൊഴിവാക്കി നമ്മുടെ കൂടെ ഇറങ്ങിപ്പോന്നവരാണ്. നമ്മുടെ പൊന്നാര മക്കൾക്ക് അവര് ഭക്ഷണം കൊടുക്കുന്നവരാ. നമ്മുടെ പൊന്നാര മക്കളെ 10 മാസം ഗർഭം ചുമന്നവരാ. നമ്മുടെ മക്കളെ ചെറുപ്പകാലത്ത് സംരക്ഷിച്ചവരാ. നമ്മൾ സുഖമായി അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുമ്പോ ഈ പാവപ്പെട്ടല്ലയോ നിന്റെ മകനെ, നിന്റെ മകന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി കൊടുത്തത്, നിന്റെ മകനെ താരാട്ട് പാടി ഉറക്കിയത് ഈ ഉമ്മയല്ലേ, നിന്റെ ഭാര്യയല്ലയോ? അവൾക്കെന്ത്? നിന്റെ മകനല്ലേ, നിന്റെ ചോരയായ കുഞ്ഞിനെ സംരക്ഷിച്ച പെണ്ണല്ലേ ആ പെണ്ണ്. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവളല്ലേ അവൾ. നിന്റെ വസ്ത്രം അലക്കി തരുന്നവളല്ലേ അവൾ. നിന്റെ അടിവസ്ത്രം പോലും ഒരറുപ്പും വെറുപ്പുമില്ലാതെ കഴുകി തരുന്നവരല്ലേ നിങ്ങളുടെ ഭാര്യമാർ. ഒരിക്കലും അവരെ ചീത്ത വിളിക്കല്ലേ. അവർക്കത് സഹിക്കാൻ കഴിയൂല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ ഒരു ഭാര്യയുടെ പ്രയാസം അതായിരിക്കും. സ്വന്തം ഭർത്താവ് ദേഷ്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുക. എത്ര തവണ നമ്മൾ പറഞ്ഞു സഹോദര, നാളെ നമ്മൾ മരിച്ചുപോയാൽ ആ ഒരു സങ്കടം നമുക്ക് തീർക്കാൻ കഴിയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു അഹങ്കാരവും വേണ്ട. ഇസ്രായേൽ അലൈഹിസ്സലാം വന്നാൽ പിന്നെ നമ്മൾ ഒരിക്കലും എത്ര തന്നെ അഹങ്കരിച്ചിട്ടും കാര്യമുണ്ടാവില്ല.
നമ്മുടെ തറവാട് അവിടെ നോക്കൂലല്ലോ. എല്ലാ അഹങ്കാരങ്ങളും മാറ്റിവെച്ചോ. എന്നിട്ട് നമ്മുടെ ഭാര്യയോടൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് കടക്ക്. അതുപോലെ നമ്മുടെ മക്കളെ നാം എത്ര ഉപദ്രവിച്ചു. അവർക്ക് അല്ലാഹുവിന്റെ അടിമകളല്ലേ. എത്ര വട്ടം അവരെ നാം ചീത്ത പറഞ്ഞിട്ടുണ്ടാകും. ഇന്നത്തെ രാത്രിയിൽ മരണത്തെ സംബന്ധിച്ച് ഓർക്കുന്ന ആളുകൾക്ക് അതിന് സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഇത് വെള്ളിയാഴ്ച രാവാ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ ദിവസമാക്കി തരണേ അല്ലാഹ്. ഈ വിശുദ്ധമായ ദിവസം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റത്തിന്റെ ദിവസമാക്കണേ അല്ലാഹ്. എന്റെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ മരണത്തെ ഓർത്താൽ ഒരിക്കലും ഈ ദുനിയാവിൽ ഞാൻ നാളെ ജീവിക്കൂല, അടുത്ത നേരം ഞാൻ താമസിക്കൂല എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവനിക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് വരുന്നതാണ്. രണ്ടാമത്തത്, മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവർക്ക് സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മരണത്തെ സംബന്ധിച്ച് ഓർക്കാൻ കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഇത് മതി, ഈ റൂം മതി, ഈ വീട് മതി, ഈ വസ്ത്രം മതി, ഈ വാഹനം മതി, ഇതൊക്കെ മതി എന്നുള്ള ചിന്ത അവർക്ക് കടന്നു വരുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആരാധനകളിൽ സംതൃപ്തി വരുന്നതാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ,